വിമാനത്തിൽ നാം യാത്ര ചെയ്യുമ്പോൾ വിമാനം ഒരു പരിധി വിട്ട് മുകളിലേക്ക് ഉയരുമ്പോഴോ പൊടുന്നനവെ താഴേക്ക് വരുമ്പോഴോ യാത്രക്കാർക്ക് പ്രഷർ വേരിയേഷൻ അനുഭവപ്പെടാറുണ്ട്. കൊച്ചുകുട്ടികളൊക്കെ ചിലപ്പോൾ വാവിട്ട് നിലവിളിക്കാറുണ്ട്. മറ്റു ചിലർ ചെവി രണ്ടും പൊത്തിപ്പിടിക്കുന്നത് കാണാൻ കഴിയും. വേറെ ചിലർ ചൂയിങ്കമൊക്കെ ചവച്ചുകൊണ്ട് അതിനെ പരിഹരിക്കുവാനായിട്ട് പരിശ്രമിക്കും. ജീവിതത്തിലും നമുക്കിതുപോലെ സമ്മർദ്ദങ്ങൾ ഉണ്ടാകാറുണ്ട്. ജീവിതത്തിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നമ്മളെ ഭയപ്പെടുത്തുന്നു, നമ്മളെ ആകുലരാക്കുന്നു, നമ്മുടെ മുഖം വിഷാദമുള്ളതാക്കുന്നു. ഇത്തരണത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തിന്മ നമുക്ക് തരുന്ന സമ്മർദ്ദങ്ങളാണ്. പ്രഭാഷകന്റെ പുസ്തകം 13-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, ഹൃദയത്തിലെ നന്മയും തിന്മയും അനുസരിച്ച് മുഖഭാവത്തിൽ വ്യത്യാസം വരും. പ്രസന്നവദനം ഹൃദയ സന്തുഷ്ടിയെ വെളിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിലുള്ള നന്മയെ വെളിപ്പെടുത്തുന്നു. തിന്മയുടെ സമ്മർദ്ദങ്ങൾ അകറ്റേണ്ട കാലമാണ് നോമ്പുകാലം. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് കൃത്യമായ ഒരാത്മ വിലയിരുത്തൽ നടത്താനാവും. പാപ സാഹചര്യങ്ങളെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടത്താനാവും. അനുതപിച്ച് നല്ല ഒരു ഏറ്റുപറച്ചിൽ നടത്താനാവും. നന്മകൾ ശീലമാക്കാനാവും. അപ്പോൾ സമ്മർദ്ദങ്ങളൊക്കെ മാറ്റി നമ്മുടെ മുഖവും സന്തുഷ്ടി ഉള്ളതാവും.